മനുഷ്യത്വത്തിൻ്റെ കൂടി മഹത്വമാണ് ടീച്ചറെ അടയാളപ്പെടുത്തുന്നത്. അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഗാസയിലെ ഇളം കുഞ്ഞുങ്ങളെ അതിനിഷ്ഠുരമായി കൊന്നൊടുക്കിയപ്പോൾ തനിക്ക് ആഹാരമിറങ്ങുന്നില്ല എന്ന് സങ്കടത്തോടെ പറഞ്ഞ അമ്മയാണിത്. അതിൻ്റെ പേരിൽ അവർക്കെതിരെ സൈബർ ആക്രമണങ്ങളുണ്ടായത് നമ്മുടെ ഓർമ്മയിലുണ്ട്. നമ്മുടെ സമൂഹം ചെന്നുപെട്ട സാംസ്കാരിക ജീർണതയുടെ ആഴങ്ങളെയാണ് ആ ആക്രമണങ്ങൾ കാണിക്കുന്നത്. എഴുത്തിലും ജീവിതത്തിലും മനുഷ്യപക്ഷത്ത് നിൽക്കുന്ന ടീച്ചറേക്കാൾ സാനു സമ്മാന് യോഗ്യയായി കേരളത്തിൽ ഇന്ന് ആരുമില്ല. ആധുനിക കേരളത്തിൻ്റെ ചരിത്രത്തിനൊപ്പം വളർന്നു വന്ന, ആ ചരിത്രവുമായി ഇടകലർന്ന് വളർന്നു വന്ന ജീവിതമാണ് സാനുമാഷിൻ്റേതും ലീലാവതി ടീച്ചറിൻ്റേതും. പല തലമുറകൾക്ക് ഗുരുനാഥരായി മലയാളിക്ക് സാഹിത്യാസ്വാദനത്തിൻ്റെ പുതിയ തലങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. ഗുരുശ്രേഷ്ഠരായ നിരവധി മഹത്തുക്കളുടെ ജീവിതം എന്താണെന്ന് സമൂഹത്തിന് മനസ്സിലാക്കി കൊടുത്തു. ഇങ്ങനെ പലതരങ്ങളിൽ സാംസ്കാരിക സേവനങ്ങൾ നടത്തി. ആദരണീയ നിരൂപകനും ജീവചരിത്രകാരനും അധ്യാപകനും പ്രഭാഷകനും ഒക്കെയാണല്ലോ സാനുമാഷ്. കഴിഞ്ഞ 6-7 പതിറ്റാണ്ടുകളിലെ കേരളത്തിൻ്റെ സാമൂഹ്യ പുരോഗതിക്ക് ചാലുകേറിക്കൊണ്ട് മുൻപേ നടന്ന ഗുരുനാഥനായിരുന്നു മാഷ്. അദ്ദേഹത്തിൻ്റെ പേരിലുള്ളതാണല്ലോ ഈ പുരസ്കാരം. സമൂഹവുമായി ഗാഢമായ ബന്ധം പുലർത്തിക്കൊണ്ടാണ് സാനുമാഷ് എന്നും ജീവിച്ചത്. ആ ബന്ധം പടർത്തുന്ന വെളിച്ചം അദ്ദേഹം എന്തെഴുതിയാലും അതിൽ കാണുമായിരുന്നു. സാഹിത്യാസ്വാദന കൃതികളുടെ കാര്യമെടുക്കുക. സാമൂഹികവും സൗന്ദര്യാത്മകവുമായ പശ്ചാത്തലത്തിൽ ഒരുപോലെ മനസ്സൂന്നി മാത്രമേ അദ്ദേഹം സാഹിത്യകൃതികളെ മൂല്യനിർണ്ണയം ചെയ്തിട്ടുള്ളൂ. എഴുത്തുകാരൻ്റെ സ്വതന്ത്ര വ്യക്തിത്വത്തെ അംഗീകരിക്കുന്നു. അപ്പോൾ തന്നെ അയാൾക്ക് സമൂഹത്തോടുള്ള ബന്ധം എന്ത് എന്നത് അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. എന്നും മാനവികതയോടൊപ്പം നിലകൊണ്ടു. അതിന് പ്രേരകമായ ദർശനം ഇവിടെ ബഹുമാനായ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ മുഖ്യമായും ശ്രീനാരായണ ഗുരുവിൽ നിന്ന് കിട്ടിയതാണ് താൻ. ആ നവോത്ഥാന സന്ദേശത്തെ കാലാനുസൃതമായി നവീകരിച്ച് പുതിയ സാഹചര്യങ്ങളോട് ഇണക്കുന്നതിൽ പിൽക്കാലത്തുണ്ടായ ഇടതുപക്ഷ രാഷ്ട്രീയാഭിമുഖ്യം അദ്ദേഹത്തിന് പ്രയോജനപ്പെടുകയും ചെയ്തു. വിമർശനത്തിൽ കർക്കശമോ രൂക്ഷമോ ആയ നിലപാടുകളെടുക്കാനല്ല, അനുഭൂതികൾ പകർന്നു കൊടുക്കുന്ന ആസ്വദിപ്പിക്കലിൻ്റെ നിലപാടുകളെടുക്കാനാണ് എന്നും സാനുമാഷ് ശ്രമിച്ചത്. കേൾവിക്കാരൻ്റെ മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന പ്രഭാഷണങ്ങളാണ് സാനുമാഷിൻ്റേത്. 60 കൊല്ലം മുൻപ് കാർത്തികപ്പള്ളിയിൽ മുണ്ടശ്ശേരി മാഷ് അധ്യക്ഷനായി നടന്ന ഒരു സാഹിത്യ സമ്മേളനം, സാനുമാഷും ആ സമ്മേളനത്തിൽ പ്രസംഗിക്കാനുണ്ടായിരുന്നു. തൻ്റെ നിലപാടുകളോട് ഒട്ടൊന്ന് വിയോജിച്ചുകൊണ്ട് സാനുമാഷ് പ്രസംഗിച്ചതിനെക്കുറിച്ച് അന്ന് മുണ്ടശ്ശേരി മാഷ് ശക്തമായ പ്രസംഗം എന്ന് അഭിപ്രായപ്പെട്ടു. ആ പ്രസംഗത്തിൻ്റെ ശക്തിയും ചൈതന്യവും കേരളം അതുമുതൽ ഇങ്ങോട്ട് എത്രയോ കാലം അനുഭവിച്ചു. ആ പ്രസംഗം കേൾക്കാനെത്തിയവരിൽ ഒരാൾ സാനുമാഷിൻ്റെ ഗുരു കൂടിയായ ആർ സുഗതനായിരുന്നു. അന്ന് ശിഷ്യനെ അരികെ വിളിച്ച് സുഗതൻ സാർ പറഞ്ഞത്
ഈ പ്രസംഗം ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്നാണ്. സുഗതൻ സാർ ഞങ്ങൾക്ക് അവകാശപ്പെട്ടത് എന്ന് അന്ന് പറഞ്ഞത് സത്യമായി. സാനുമാഷിൻ്റെ പ്രസംഗം പിൽക്കാലത്ത് കേരളത്തിനാകെ അവകാശപ്പെട്ടതായി, പ്രത്യേകിച്ച് പുരോഗമന സാമൂഹ്യ പ്രസ്ഥാനങ്ങൾക്ക്. മലയാളത്തിൽ ജീവചരിത്ര സാഹിത്യശാഖയെ ഇതുപോലെ സമ്പന്നമാക്കിയ മറ്റൊരാളില്ല എന്ന് പറയാം. ആ കാര്യത്തെക്കുറിച്ച് വിശദമായി തന്നെ ശ്രീ NS മാധവൻ പറഞ്ഞതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കൂടുതലായി കടക്കുന്നില്ല. ഉൽപ്പതിഷ്ണുത്വമുള്ള ഒരു മനസ്സ് എന്നും സാനുമാഷ് സൂക്ഷിച്ചു. സർ CP-യുടെ സ്വതന്ത്ര തിരുവിതാംകൂർ വാദം ശക്തിപ്പെടുത്തുകയും SNDP അതിനെ അനുകൂലിക്കുകയും ചെയ്ത ഘട്ടത്തിൽ ശ്രീനാരായണ സന്ദേശത്തെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ സാനുമാഷെ പോലുള്ള അന്നത്തെ യുവാക്കൾ CP-ക്കെതിരെ പരസ്യമായി പ്രതികരിച്ചു എന്നത് ഓർമ്മിക്കേണ്ടതാണ്. ആ ഉൽപ്പതിഷ്ണുത്വമാണ് ഈ പ്രസംഗം ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്ന് പറയാൻ സുഗതൻ സാറിനെ പ്രേരിപ്പിച്ചത് എന്നതും ഓർമ്മിക്കണം. ആ ഉൽപ്പതിഷ്ണുത്വത്തിൻ്റെ സ്വാഭാവിക പരിണതിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കണമെന്നുള്ള അഭ്യർത്ഥന സ്വീകരിക്കാനുള്ള മനസ്സ് കാട്ടാൻ പിന്നീടൊരിക്കൽ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. ശ്രീനാരായണ ചിന്തകളുടെ തുടർച്ചയായി കൂടിയാണ് സാനുമാഷ് എന്നും പുരോഗമനാശയ രംഗത്ത് നിലകൊണ്ടത് എന്നും കാണുവാൻ വിഷമമില്ല. പൗരാവകാശങ്ങളും ജനാധിപത്യ അവകാശങ്ങളും ധ്വംസിക്കപ്പെട്ട ഒരു ഘട്ടത്തിൽ അതിനെതിരെ ശക്തമായ നിലപാടെടുക്കാനുള്ള ധീരത അദ്ദേഹം കാട്ടിയെന്നതും എടുത്തു പറയണം. മനുഷ്യനോടും മനുഷ്യത്വത്തോടും ചേർന്ന് നിൽക്കുന്ന മനസ്സ്, അതാണ് സാനുമാഷിനെ ഇത്തരം സാമൂഹ്യ രാഷ്ട്രീയ നിലപാടുകളിൽ കൊണ്ടെത്തിച്ചത്. പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ അധ്യക്ഷ പദവിയിലേക്ക് വരണം എന്ന ക്ഷണം സ്വീകരിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചതും ഇതേ ഇടതുപക്ഷ ആഭിമുഖ്യം തന്നെയാണ്. ജീവചരിത്രകാരൻ, കലാസാഹിത്യ വിമർശകൻ, പത്രാധിപർ, പ്രഭാഷകൻ, അധ്യാപകൻ, സാമൂഹ്യ പ്രവർത്തകൻ, നിയമസഭാ സാമാജികൻ, സാഹിത്യ അക്കാദമി അധ്യക്ഷൻ എന്നിങ്ങനെ ഏതെല്ലാം നിലകളിൽ അദ്ദേഹം ശ്രദ്ധേയനായി. തൊട്ടതെല്ലാം മികച്ചതാക്കിയ ധന്യജീവിതമെന്ന് വേണം അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയാൻ. അപൂർവം പേർക്ക് മാത്രം സാധ്യമാകുന്ന സവിശേഷമാകുന്ന ഒരു ധന്യതയാണിത്.